ഹലോ നമസ്കാരം. ഇന്ന് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ നല്ല ഭംഗിയുള്ള റോസാപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. ഞാനൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ 3 വട്ടം ഫോൾഡ് ചെയ്തതിന് ശേഷം പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേപ്പർ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഇതളുകളും ബഡ്സോ അതല്ലെങ്കിൽ പേനയുടെ റീഫിലോ ഉപയോഗിച്ച് പുറകിലേക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ 4 പേപ്പർ ആവശ്യമുണ്ട്. ആദ്യത്തെ പേപ്പറിൽ നിന്ന് ഞാൻ ഒരു ഇതൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ പേപ്പറിൽ നിന്ന് ഞാൻ 2 ഇതൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പേപ്പറിൽ നിന്ന് 3 ഇതളുകൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നാലാമത്തെ പേപ്പർ ഹാഫ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഇതളിൽ ഫേക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ പൂക്കൾ ഒട്ടിച്ചെടുക്കണം. അതുപോലെ എല്ലാ കടലാസും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. ഈ ഒരു പേപ്പർ ആവശ്യമില്ല, അത് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കടലാസും ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതളുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ പൂവ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തണ്ട് ഉണ്ടാക്കിയെടുക്കണം. ഞാനൊരു ഗ്രീൻ കളർ A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊരു പെന്നിൻ്റെ റീഫിൽ ഉപയോഗിച്ചിട്ട് ചുരുട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മറ്റേ കോർണറിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ നമ്മുടെ പൂ ഒട്ടിക്കാനായിട്ട് പറ്റും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഞാനൊരു പേപ്പർ എടുത്ത് അത് 3ആയി മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? നമുക്കിത് പൂവിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഹോൾ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 2 ഇലകൾ കൂടി കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് ഇലയുടെ ഷേപ്പിൽ വരച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇലയും റെഡിയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ ഞാൻ തണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പൂവ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഈ ഒരു പീസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് പൂവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതളുകളിലെല്ലാം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അത് പൂവിനോട് ചേർത്തി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇല കട്ട് ചെയ്ത് വെച്ചതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തതൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലകളൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ അകത്തി നിർത്താനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ പൂവ് റെഡിയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഇതുപോലെ തന്നെ ഞാൻ 1-2 പൂക്കൾ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.